عليكم السلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. رب زدني علما نافعا وعملا متقبلا رزقا حلالا طيبا قلوبا خاشعة. أما بعد. السلام عليكم ورحمة الله وبركاته. الله أكبر كبيرا الحمد لله كثيرا سبحان الله بكرة وأصيلا. എൻ്റെ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അതായത് ഈ നട്ടുച്ചന്റെ വെയിൽ കായുന്ന സമയത്ത് ജുമായുടെ തിരക്കിലും ആ അൽക്കാഫ് ഓതലും ജുമാക്ക് പോകലും അങ്ങനെയുള്ള പല പല തിരക്കുകളാണ് വെള്ളിയാഴ്ച ദിവസം അല്ലെ. അതിൻ്റെയൊക്കെ ഇടയിലും കൃത്യമായി ക്ലാസ്സിനൊക്കെ ഹാജരാകുന്ന എൻ്റെ മാന്യ സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പക്കൽ നിന്ന് അർഹിക്കുന്നതായ പ്രതിഫലവും അതിലേറെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വിശുദ്ധ ഖുർആൻ മനപ്പാഠം പഠിച്ച് മറന്നു പോകുന്നതിനുള്ള ഒരു സൊല്യൂഷനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അതിനെ ഒരു ചെറിയൊരു കോഴ്സ്, അതായത് ഫ്രീ കോഴ്സ്, പെയ്ഡ് കോഴ്സ് അല്ല, ഫ്രീ കോഴ്സ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേര് ഖുർആൻ പരസ്പരം ഓതി കൊടുക്കുന്നു, തെറ്റുകൾ തിരുത്തുന്നു. അതായത് ഈവൻ തജ്വീദ് അറിയുന്നവർക്കാണെങ്കിൽ തജ്വീദോട് കൂടി ഓതാം. തജ്വീദിന്റെ ഹിഫ്ലിന്റെ ഒരു ദോഷം എന്താ വെച്ചാൽ തജ്വീദ് നോക്കി നോക്കി പോകുമ്പോൾ നമ്മളെ പഴയ ഹിഫ്ലൊന്നും പെട്ടെന്നൊന്നും നമുക്ക് രണ്ടാമത് റീബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം തജ്വീദോട് കൂടി ഓതുന്നതാണ് അതിൻ്റെതായ ശ്രേഷ്ഠതകളും ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും നമുക്കറിയാവുന്ന രൂപത്തിൽ തജ്വീദ് അറിയുന്നവരങ്ങനെ, അറിയാത്തവരാണെങ്കിൽ അറിയാത്ത രീതിയിലും പണ്ട് മറന്നുപോയ സൂറത്തുകളൊക്കെ പരസ്പരം മോദി കൊടുക്കുന്നു, എന്നിട്ട് ഗ്രൂപ്പിൽ ഇടുന്നു. അതായത് ഫെബ്രുവരി 1 ഷാബാൻ 1 തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നാളെ. അപ്പൊ ഇത് ഗ്രൂപ്പിലിടുമ്പോ ഇന്നിപ്പോ പിന്നെ ഒരു ഫാത്തിമ ഫെബ്രുവരി 1 10 ആയത്ത് കാണാപാഠം പഠിച്ചു. പിന്നെ പിറ്റേ ദിവസം 10 കൂടെ പഠിച്ചു, അപ്പൊ 20. അതിന്റെ പിറ്റേ ദിവസം 5 പഠിച്ചത്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഫെബ്രുവരി 3 ഇടുന്ന 25 എന്നായിരിക്കും. അങ്ങനെ ഇട്ട് പോവുക. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പെയർ ഫ്രണ്ടോ അതിന്റെ അനിയത്തിയോ ഏട്ടത്തിയോ സുഹൃത്തോ ആരെങ്കിലും ആകാം. അങ്ങനെ ആർക്കെങ്കിലൊക്കെ നമ്മൾ ഓതി കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ജസ്റ്റ് ഒരു ട്രയൽ വേണ്ടി ഓതി നോക്കുമ്പോ എനിക്കറിയുന്ന മന്നാസിയാത്ത് സൂറത്തിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് അവർ കണ്ടുപിടിച്ചു. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകുമായിരിക്കാം മിസ്റ്റേക്ക്, എനിക്കറിയില്ല. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു വചനം പഠിച്ചാലുള്ള പ്രതിഫലത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല അത് ഹിഫ്ലാക്കുന്നതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ റമളാനിൽ നമ്മൾ ധാരാളമായി ഓതാറുണ്ട്. എന്നാൽ ഒരു സത്യമായ വസ്തു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അറിയില്ല. നമുക്കൊക്കെ എത്ര ഖുർആൻ ആയത്തുകൾ നമുക്കറിയാം, എത്ര നമ്മൾ സ്വന്തം ഹിഫ്ള് പഠിച്ചിട്ടുണ്ട് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല എന്ന് വേണം പറയാൻ, അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഈ കോഴ്സിൽ ആയിട്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുന്നുണ്ട്, ഇന്ന ആയത്താണ് ഞാൻ ഇന്ന ദിവസം ചൊല്ലിക്കൊടുത്തത്. അങ്ങനെ നമുക്കറിയാം നമ്മൾ ഇന്ന സൂറത്തിൽ എത്ര ആയത്തുകൾ നമ്മൾ പഠിച്ചു, അല്ലെ? അങ്ങനെ അത് ഇട്ട് നോക്കിയാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും, പഠിച്ചെന്ന് വരെ ഉള്ളത് നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ അങ്ങനെ നല്ലൊരു സംവിധാനമാണ് ഇതിനെല്ലാവരും താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന മുമ്പേ ഉള്ള ഹജ്ജത്തുൽ വിദാഇന്റെ തലേവർഷത്തുള്ള റമളാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹിഫ്ള് നോക്കിയിരുന്നു. അതായത് നമ്മുടെ അത്യുന്നതനായ പ്രവാചകൻ ഹൃദയം സ്വർഗത്തിലെ പാത്രത്തില് സംസം വെള്ളം ഉപയോഗിച്ച് സ്വർണത്തിന്റെ പാത്രം കൊണ്ട് കഴുകി അത്രയ്ക്ക് ശുദ്ധീകരിച്ച ഹൃദയവുമായിട്ട് ഖുർആൻ മുഴുവൻ 30 ജുസു മനപ്പാഠമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും തെറ്റുകൾ സംഭവിച്ചേക്കാം എന്നതുകൊണ്ടാണല്ലോ പിന്നെ ഹിഫ്ള് നോക്കുന്നതൊക്കെ. എങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ ഒന്ന് നോക്കി, നമുക്ക് അങ്ങനത്തെ ഒരു പരിഭാവനതയും അവകാശപ്പെടാനില്ല. അത്രക്കൊന്നും പ്രാഗൽഭ്യത വിവരവും ഇൽമില് അത്രക്ക് എക്സ്പേർട്സും അല്ല, അല്ലെ? അപ്പൊ ആ
പിന്നെ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ എത്രമാത്രം തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. തെറ്റുകൾ തിരുത്തി പോകുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിന്റെ ഒരു ഹിക്കമത്തിൽ പെട്ടതാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക, അത് മറന്നു പോകുക, വീണ്ടും പഠിക്കുക, വീണ്ടും പ്രതിഫലം തരിക എന്നുള്ളത്. നമുക്കറിയാം, നമ്മളൊരു യജമാനിന്റെ കീഴിൽ വല്ല ജോലിയും ചെയ്താൽ ആ ഒരു ജോലിക്ക് ഒരിക്കൽ പ്രതിഫലം തരില്ലേ, വീണ്ടും വീണ്ടും അതേ ജോലി നന്നാവാണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞ് ചെയ്താൽ പിന്നെ പ്രതിഫലം കിട്ടുമോ? ഇല്ല അല്ലേ. നമ്മളിപ്പോ ഒരു മോളെ കല്യാണം കഴിച്ച ആളുകളോടൊക്കെ ഭയങ്കര വിവരമൊക്കെ പറഞ്ഞ് പാവാണെന്ന് പറഞ്ഞു, പിന്നെ അതേ മോളെ തന്നെ വീണ്ടും കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചോദിച്ച ആൾക്കാർ തരുമോ? ഇല്ല അല്ലേ. അത് നമ്മൾ തന്നതൊക്കെ ഉണ്ടല്ലോ, അത് മതി എന്നറിയും അല്ലേ. അങ്ങനെ അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം അവകാശപ്പെടുന്ന ചില ഫളായിലുകളും ചില എന്താ പറയാ ഓഫറുകളാണ്. അതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഈ റമദാനിൽ നമ്മുടെ മനഃപ്പാഠ സൂറകൾ നമുക്കെല്ലാം ഒന്ന് ഒരു കൈപിടിച്ച് കോർത്ത് പിടിച്ചും കൊണ്ട് ഹിഫ്ള് ചെയ്യാം ഇൻഷാ അല്ലാഹ്. വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമദാനിൽ തറാവീഹ് നമസ്കാരം നിന്ന് നമസ്കരിച്ചാല് കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുവെന്നാണ് പറയുന്നത്. കണ്ണീരിൽ ചാലിച്ച ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുള്ള പാപമോചന പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ധാരാളമായിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരവസരമാണ് ഖിയാമുൽ ലൈൽ അല്ലെ, രാത്രി നമസ്കാരം. അങ്ങനെ നമസ്കാരത്തിലും അല്ലാതെയും ഒക്കെ ധാരാളം ഖുർആൻ ആയത്തുകൾ ഓതുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവാചക വചനങ്ങൾ കാണാം. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനമാക്കരുത്. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന്, അൽബക്കറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് പിളറിയെടുത്ത് പോകുന്നതായിരിക്കും. അതായത് നമുക്ക് അൽബക്കറയൊക്കെ ഓതുമ്പോൾ അത്യാവശ്യം ശബ്ദത്തിൽ ഓതാം അല്ലേ. അതിന് പിന്നെ ഫോണിലൊക്കെ റെക്കോർഡ് ഓതുകയാണെങ്കിൽ നല്ല ഒച്ചത്തിൽ തന്നെ ഓതി നമുക്ക് കേട്ട് ഓതുകയും ചെയ്യാം. ഹിഫ്ളുള്ളവർക്ക് അതൊന്ന് പിന്നെ റീചെക്ക് ചെയ്യുകയും ചെയ്യാം അല്ലെ. ഇബ്ലീസിന് തീരെ ഇഷ്ടമില്ലാത്ത രണ്ട് സംഗതികളാണ്, ഒന്ന് അൽബക്കറ പാരായണം ചെയ്യുന്നു, രണ്ട് ബാങ്ക് വിളിക്കുന്നതും അല്ലെ. അവിടുന്ന് പിശാച് പിന്നെ കീഴ്വായി വിട്ട് ഓടുന്നാ പറയുന്നത് ബാങ്ക് കേട്ടാൽ. അപ്പം ഏതെങ്കിലും ഒരു ജനത ഒരു വീട്ടിലോ അള്ളാഹുവിന്റെ പള്ളിയിലോ വെച്ച് ആയത്തുകൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും അവയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നിടത്ത് ശാന്തി ഇറങ്ങുകയും അത് ആവരണം ചെയ്യുക. അതായത് അള്ളാഹുവിന്റെ ശാന്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക തര സക്കീനത്താണ് അല്ലെ. അത് അവിടെ ഇറങ്ങുകയും അള്ളാഹുവിന്റെ ഇങ്ങനെയുള്ള മലക്കുകളോട് അത് പാരായണം ചെയ്യുന്നവരുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്ത് പറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിലോ അങ്ങനെ എവിടെയെങ്കിലും സന്നിഹിതരായിട്ട് ഖുർആൻ പഠിക്കാനൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മളെല്ലാവരും ഓൺലൈൻ ആണെന്നല്ലേ ഉള്ളൂ, നമ്മളെല്ലാം അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണല്ലേ. അപ്പൊ അള്ളാഹു മലക്കുകളോട് അഭിമാനത്തോടു കൂടെ ചോദിക്കും, നമ്മളെ പേരെടുത്ത് പറഞ്ഞ് ചോദിക്കും, ഇവള് ഇന്ന വീട്ടിലെ ഇന്ന ആളെ മോളെ എന്താക്കുക, ഫാത്തിമ എന്താക്കുക, ആയിഷ എന്താക്കുക. അപ്പൊ അത് കേൾക്കുമ്പോ മലക്കുകൾ പറയുമല്ലോ, അവളിതാ അങ്ങനെ 2:30 മണിക്ക് മിഷ്കാത്ത് യാസിലൊക്കെ ഒരു പിന്നെ ക്ലാസ് നടക്കുന്നുണ്ട്, ആ ക്ലാസ് കേട്ടിരിക്കുകയാണ്. അന്നേരം ചോദിക്കല്ലോ, ഓള് നരകം കണ്ടിക്കണോ? ഇല്ല. സ്വർഗം കണ്ടിക്കണോ? എങ്കിൽ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്യുമായിരുന്നു അല്ലെ. മുസ്ലിം, തുർമുദി, നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പൊ അള്ളാഹുവിന് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് അറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുകയാണോ, ചോറും നിന്ന് തലയണമ കിടന്ന് നല്ല ഉറക്കിലാണോ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും അള്ളാഹ് മലക്കുകളോട് ചോദിക്കുകയാണ് അല്ലെ. അതിന്റെ അടിമകൾ ചെയ്യുന്ന പണി കണ്ടില്ലേ, അവര് ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നല്ലേ. ഒരു മനുഷ്യൻ നന്നായ മലക്കിനെക്കാളും നന്നാവും അല്ലെ. മോശായ പിന്നെ അതായത് ഒരു മൃഗത്തെക്കാൾ മോശമാകുവാനും കഴിയും. അത്രക്ക് വഷളാവാനും മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ഉത്തമ സുഹൃത്തിനെയും കൂട്ടി ഒരാള് പോവാ, ലക്ഷക്കണക്കിന് രൂപന്റെ ബിസിനസ് ഡീലിംഗ് നടക്കുമ്പോ ബാംഗ്ലൂരോ മൈസൂരോ പോവാ. അപ്പൊ ആ ചുരത്തുമ്മല് വെച്ചിട്ട് കാറ് തട്ടിയെടുക്കുന്നു, അവനെ കൊക്കയിലേക്ക് ഇടുന്നു, ഇയാൾ കാറുമായി കടന്നു കളയുന്നു അല്ലെ. ഇതൊക്കെ ആസൂത്രിതമായി ഭയങ്കര വിദഗ്ധമായിട്ട് പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം ഈ പോകുന്ന സുഹൃത്തിന് അയാളെ ഒരു പെരുമാറ്റത്തിലും തിരിച്ചറിയാൻ പറ്റൂല, അവനൊരു ശത്രുവാണെന്ന്. അതേസമയം അതൊരു കാട്ടുപോത്തോ ആനയോ പിന്നെ ഈവൻ നായി പോലും ആണെങ്കിൽ അത് കുരച്ച് ചാടുമായിരുന്നു അല്ലെ. അത്രക്ക് തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന്മാരാണ് നമ്മൾ അല്ലെ. അപ്പൊ നമുക്ക് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇന്നിപ്പോ നമ്മുടെ കുത്തുബ അതായിരുന്നു അല്ലെ. അതായത് ഒരു ആയത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആളുകൾക്കൊക്കെ ഭയങ്കര മടി. അതായത് സിവിൽ സപ്ലൈസിന്റെ വക ഓണം ഓഫർ ഉണ്ടെന്ന് കണ്ട രാവിലെ തന്നെ പോയി ക്യൂ നിൽക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും.
അപ്പൊ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണല്ലോ എന്ന് അല്ലേ. അപ്പൊ നമുക്ക് റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ ഹറമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഒരായത്ത് ഓതുക എന്ന് പറയുന്നത് ഒരു ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിന് സമമാണെന്നാണ് പറയുന്നത്. അതായത് ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് സാധാരണ ഒട്ടകത്തേക്കാൾ കോസ്റ്റ്ലിയാണ്, വില കൂടി, അതും ഗർഭിണിയായ ഒട്ടകം. അത് അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ പ്രകാരം കാണാം, നിങ്ങളിൽ ഒരുവൻ തന്റെ വീട്ടുകാരിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ തടിച്ചു കൊഴുത്ത 3 ഗർഭിണികളായ ഒട്ടകത്തെ കണ്ടു കിട്ടുന്നത് അയാൾക്ക് ഇഷ്ടമാകുമോ? തിരുമേനി ചോദിച്ചു. അപ്പൊ മറ്റൊരു ഹദീസിൽ പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഇപ്രകാരം നമസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുകൾ 3 തടിച്ചു കൊഴുത്ത ഗർഭിണിയായ ഒട്ടകത്തേക്കാൾ ഗുണകരമാകുന്നു. അതായത് നമ്മൾ 2 കാര്യം ചെയ്യുമ്പോൾ സാധാരണ അലിഫ് ലാം മീം എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിനും ഓരോ 10 ഗുണം വീതം. അതുപോലെ 3 ആകുമ്പോൾ അലിഫ് ലാം മീം 3 അക്ഷരങ്ങളാണല്ലോ അല്ലെ, അപ്പൊ അതിന് 30 ഗുണങ്ങളാ. അതേസമയം അത് നമ്മൾ നമസ്കാരത്തിലാണ് ഓതുന്നതെങ്കിലോ 20 അല്ല, 30 അല്ല, 1000 അല്ല, 10,000 അല്ല അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഉളുഹിയത്തിനായിട്ട് മാംസം വാങ്ങാൻ വേണ്ടി സാധാരണ ഒരു മൂരിക്കുട്ടനെ അല്ലെങ്കിൽ പശുവിനൊക്കെ വാങ്ങണേപ്പോ 30,000 30,000 മേലെ കൊടുക്കണം. ഒരു ശരിക്കും ഒരു വൃത്തിയുള്ള ഒരു ചെറുമാതിരി വലുത് കിട്ടൂല അല്ലെ കിട്ടണമെങ്കിൽ. അങ്ങനത്തത് ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് നമുക്ക് 12 ലക്ഷത്തിന്റെ മേലെ, സാധാരണ ഒട്ടകം അല്ല കേട്ടോ ഈ നിസ്കാരത്തിൽ ഓതുന്ന ആയത്തിന്. പിന്നെ അതായത് തടിച്ചു കൊഴുത്ത ഗർഭിണിയായ ഒട്ടകത്തിന് പൈസ കൂടുതലാ. അങ്ങനത്തെ ഒട്ടകങ്ങളൊക്കെയാണ് പറയുന്നത്. സാധാരണ മേത്തരം ഒട്ടകങ്ങൾ എന്നറിയില്ല, അങ്ങനത്തെ ഒട്ടകങ്ങൾ. അപ്പൊ അത് എബോ 15 ലക്ഷത്തിന്, അതായത് നമുക്കറിയാം ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് പിന്നെ അൽബക്കറയിലെ ആയത്തു ദൈനാണ് ഏറ്റവും വലുതിലെ. അതുപോലെ ചെറിയ ആയത്തുകളുമുണ്ട്. അപ്പം ആയത്തിന്റെ വലിപ്പം കൂടുന്തോറും പിന്നെ നമുക്ക് എന്താ സാധാരണഗതിയിൽ സാധാരണ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹർക്കത്ത് വയസ്സിൽ അല്ല അക്ഷരം വയസ്സിൽ നമുക്ക് ഓരോ അക്ഷരത്തിനും 10 വീതം വെച്ച് പ്രതിഫലം കിട്ടും. അത് ഏറിപ്പോയാൽ 1000 500 അതേസമയം അത് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിലോ, നമ്മൾ പള്ളിയിൽ പോയിരുന്നു ഓതുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ. പള്ളിയിൽ പോയിരുന്നാൽ കാണാം ആളുകൾ പുക ആക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. കാരണം ആരെയും കാണുന്നില്ലാലോ. പള്ളിയിൽ വെച്ച് കാണുമ്പോൾ അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ കൈമാറാനുണ്ടാവും. മാക്സിമം അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാനിവിടെ വന്ന ഉദ്ദേശം വേറാണെന്ന് വിചാരിച്ച് ഓതാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ നമസ്കാരത്തിൽ ഓതുമ്പോൾ ഫർള് നമസ്കാരം ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കാൻ നമുക്ക് കൂടുതലൊന്നും ഓതാൻ പറ്റൂല. ബിക്കോസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ധൃതി ഉണ്ട്. അപ്പൊ മരുമോളാണെങ്കിൽ അവളെ കുട്ടി കരയുന്നുണ്ടാവും, ഉമ്മയാണെങ്കിൽ ഉമ്മക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പൊ ഫർളിൽ നമുക്ക് കൂടുതലൊന്നും പാരായണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരത്തിൽ നന്നായി അല്ലെ, നമസ്കാരത്തിലെയാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് എന്ന് പറഞ്ഞത് അല്ലെ. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ടൂള് നമസ്കാരമാണ്. അതിൽ തന്നെ എസ്പെഷ്യലി സുജൂദാണ് അല്ലെ. അഖ്റബു മാ യകൂനു അബ്ദൻ വഹുവ സാജിദുൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു അബ്ദിനോട്, ഒരു അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോൾ. അപ്പൊ സുജൂദിലാകുമ്പോൾ ധാരാളം പ്രാർത്ഥിക്കുവാനും സുന്നത്ത്. ചിലർ ചോദിക്കും, പിന്നെ ടീച്ചറെ സുന്നത്തില് നമ്മൾ ആയത്ത് ഓതണോ, അല്ല ഫാത്തിഹ മതിയോ, അല്ല പിന്നെ സുജൂദിലും റുക്കൂയിലൊക്കെ ഓതുന്ന ഒന്നും മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം അല്ലെ. അപ്പൊ ഫർള് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും സെയിം ആണ് അല്ലെ. അതിന് ഒരു എക്സ്ട്രാ അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും അതിലില്ല. അതേസമയം സുന്നത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സൂറത്ത് ആയത്തുകൾ പാരായണം ചെയ്യാം, നമുക്ക് സുജൂദിലൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരുപാട് രീതിയിൽ ഏറ്റവും കൂടുതൽ അഖ്റബു മാ യകൂനു അബ്ദൻ വഹുവ സാജിദുൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹു അവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ഫളലും അത്രക്ക് വിശാലമാണ്. അല്ലാഹി വാസിഅത്തുൻ ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് അല്ലെ. അതിന് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്നറിയാം. അതുപോലെ തന്നെ ഉള്ള പ്രതിഫലമാണ് നോമ്പിനും അല്ലെ. ഒരാൾ നോമ്പ് പിടിക്കുന്നത് എനിക്ക് വേണ്ടി ഞാനാണ് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും അല്ലെ. ഇപ്പൊ നമ്മള് ഒരു നിസ്കാരത്തിൽ ഇപ്പൊ ഈവൻ തറാവീന് പോകാൻ പറ്റിയില്ല, അപ്പൊ രാത്രി നമ്മള് വീട്ടിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് തറാവിക്ക് പോകാൻ പറ്റിയില്ല. അവരിപ്പോ വിചാരിക്കാം ഞാൻ വേഷം നിസ്കരിച്ചൊന്ന് കിടന്നുറങ്ങി രാത്രി 2 മണിക്ക് എണീറ്റ് അങ്ങോട്ട് ഓതി നിസ്കരിക്കട്ടെ. അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവരും കൂടെ ഇമാമത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ എത്ര പ്രതിഫലമായിരിക്കും കിട്ടുക അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമ്മ ജുസിന്റെ താഴെയുള്ള സൂറത്തുകൾ ഓതിയാൽ
ഏകദേശം 550 ആയത്തുകളുണ്ട് ല്ലേ. ഓരോ ആയത്തിനും ഓരോ ഒട്ടകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം ഒട്ടകത്തിന്റെ പ്രതിഫലമായിരിക്കും കിട്ടുകയല്ലേ. അതന്നെ നമ്മളിപ്പോ ഫോണൊക്കെ നോക്കി ഓതാണെങ്കിൽ അതിൽ നമുക്ക് അതിന്റെ മീനിങ്സോട് കൂടാ കിട്ടുക പോലെ. ഇപ്പൊ ഓരോ ഈസാ നബി അലി ഇസ്ലാമിന്റെ കഥ വായിക്കുമ്പോഴും മറിയം ബീവിക്ക് ഗർഭം ഉണ്ടാകുന്ന പറയുമ്പോഴും മറിയം ബീവി മലക്കളോട് പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധയാണ്, ഞാനൊരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, എനിക്ക് എങ്ങനെയാണ് ഗർഭം ഉണ്ടാകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, അങ്ങനെ അള്ളാഹു എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അള്ളാഹ് വിചാരിച്ചാൽ എന്തും നടത്തും എന്നൊക്കെ. അങ്ങനെ സംഭാഷണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോ ശരിക്കും ഖുർആന്റെ അർത്ഥതലത്തിലേക്ക് ഇറങ്ങിപ്പോയി വായിക്കുമ്പോ നമുക്ക് വേറൊരു ചിന്തയുണ്ടാവില്ല. രാത്രി 2 മണി സമയത്തൊക്കെ ആണെങ്കിൽ ആരും ഉണ്ടാവില്ല അല്ലെ, സ്വസ്ഥമായിട്ട് നമുക്ക് പാരായണം ചെയ്യാം. പറയുന്നുണ്ട്, ഓതുക, കയറിപ്പോവുക, ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ ഓതുന്ന അവസാനത്തെ ആയത്തിലാണ് നിങ്ങളുടെ സ്വർഗത്തിലെ സ്ഥാനം എങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മൾ അവസാനമായിട്ട് ഏത് സൂറത്താണ് ഓതിയത് ആ സൂറത്തിലായ ആയത്തിലാണോ അല്ലെ നമ്മുടെ സ്ഥാനം. അപ്പൊ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എൻ്റെ തഹജ്ജുദിന്റെ ബുക്കിലൊക്കെ പല ദുആകളും ആഡഡ് ആണ്. അതിൽ ഒരു ദുആ, അതായത് അല്ലാഹുവേ, നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിന്റെ 2 ആയത്തുകളാണ് എൻ്റെ പിന്നെ ഇത് ശരിയാണെങ്കിൽ, നിഗമനം ശരിയാണെങ്കിൽ, ഒന്ന് പിന്നെ സൂറത്തു കഹ്ഫില് 107 ആയത്താണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ സൂറത്തുൽ മോമിനൂനിൽ 11 ആയത്ത് അല്ലെ, ജന്നാത്തുൽ ഫിർദൗസിന്റെ ആയത്തുകൾ. ആ ആയത്ത് ഓതിയിട്ട് ഞാൻ മരണപ്പെടണേ എന്ന് ദുആ ചെയ്യണം അല്ലേ. അതേസമയം നരകത്തിന്റെ ആയത്തുകൾ ഓതിയിട്ടാണ് മരണപ്പെടുന്നതെങ്കിലോ നമ്മുടെ സ്ഥാനം അവിടെ ആയിരിക്കും. അതല്ല, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നരകത്തിന്റെ ആയത്തില് പിന്നെ വഖഫ് വരുമ്പോ ആ ആയത്തിൽ നിർത്താണ്ട് പിന്നെ ഓതിയിട്ട് നല്ല ആയത്ത് വരുമ്പോ അതിൽ നിർത്തണം അല്ലെ. അള്ളാഹു അങ്ങാൻ നമ്മുടെ ആ ആയത്ത് ഓതിയിട്ടൊക്കെ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിലോ അതല്ല. അപ്പൊ ഉന്നതമായ സ്വർഗം നേടുന്നവർ അതിൽ നിത്യവാസികളായിരിക്കും. ഈ ആയത്ത് ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ആയത്തിലെ ആവട്ടെ, ഉത്തരം ഉത്കൃഷ്ടമായ ആയത്ത് ആവണേ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം അല്ലെ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ പുണ്യകരമായ കർമ്മമാണ്. അത് ഇബാദത്തുകളിൽ പ്രതിഫലാർഹമായ ഒരു കർമ്മം, ഇബാദത്തുകളിൽ ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മവുമാണ്. ചില ഉമ്മമാർക്കൊക്കെ 4, 5, 6, 7 മക്കൾ വരെ ഹിഫ്ളുള്ളവരുണ്ട് ല്ലേ. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു വലിയ ഭാഗ്യം തന്നെ, മക്കൾ ഹാഫിളാവുക എന്നുള്ളതൊക്കെ. നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കാം. മക്കൾ തന്നെ ആവണമെന്നില്ല, അവർ വലുതായാലും അവർക്ക് പഠിക്കാം. എസ്പെഷ്യലി ആൺകുട്ടികൾക്കില്ലേ, വലുതായി പഠിച്ചാലും ആണുങ്ങളല്ല, അവർക്ക് ഇമാമത്ത് നിന്നിട്ടൊക്കെ ഓതിയൊക്കെ ചെയ്യാലോ, പെണ്ണുങ്ങളെ പോലെ അല്ലാലോ. അപ്പം ഒരു 83 വയസ്സായ പെണ്ണുങ്ങൾ ഹിഫ്ള് പഠിക്കാൻ വന്ന് പഠിച്ചു തീർന്ന് തദബ്ബർ ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചു പോയി എന്ന് അറിയുന്ന കേട്ടിരിക്കണം. അപ്പൊ അത് അവര് ഖുർആനിലേക്കുള്ള യാത്രയിലാണ് അവര് മരിക്കുന്നതിൽ എത്രമാത്രം പ്രതിഫലമായിരിക്കും കിട്ടുക. അപ്പൊ അത് വയസ്സൊന്നും, അതായത് ഏജ് ഈസ് എ നമ്പർ ഓൺലി എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലെ. വയസ്സ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാൽ നമുക്ക് ആ ഏജിൽ വെച്ചിട്ടും പലതും ചെയ്യാൻ നമുക്ക് സാധിക്കും ല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ വെച്ചിട്ട് കുറെ പഠിച്ചിട്ടുണ്ട്. അത് എത്രയാണ് അൽഹംദുലില്ലാഹ് നമുക്കറിയില്ല. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ള നമുക്ക് ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല എന്ന് വേണം പറയാം. അതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് അതിന് ശേഷം മൗലവിമാരെ കൂടെ അത് മറ്റേ കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ഖുർആൻ ക്ലാസ്സുകളിൽ പോയിട്ട്, ഞാനൊക്കെ SLRC പോയിട്ട് കുറെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ പ്രാദേശികമായിട്ട് നമ്മളെ പള്ളിക്ക് സമീപത്തുള്ള മൗലവിമാർ കുറെ പഠിച്ചു. അങ്ങനെ കുറെ പഠിച്ചിക്കണ്. കുറെ ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്തു. ഇപ്പൊ ബുക്കും കാണാണ്ടായി. ഇപ്പൊ എത്ര ഹിഫ്ള് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു കോഴ്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എഴുതി വെക്കണം, നമ്മൾ ഏതെല്ലാം ആയത്തുകൾ ഏതെല്ലാം ദിവസങ്ങളിലാണ് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ നമുക്ക് പറയാലേ, നമ്മൾ 2025 റമളാനിനോട് അടുപ്പിച്ച് ശഅബാൻ 1 നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുമിപ്പിക്കാനും ഒരുപാട് ആയത്തുകളുടെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ ല്ലേ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നൊരു ആയത്തുണ്ട് ല്ലേ. അത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്താലും നന്മ ചെയ്താലും അല്ല, നമ്മുടെ നിഅമത്തുകളെ കുറിച്ച് ഒരുപാട് ഒഴിവ് സമയവും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അതിന് ഓരോന്നും ചോദിക്കാണ്ട് നമ്മുടെ ഒരു കാലം പിന്നോട്ടോ പോകാനും പറ്റൂല, പിന്നോട്ടോ വെക്കാൻ സാധിക്കുകയില്ല അല്ലെ. അപ്പൊ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ വിചാരണയ്ക്ക് വെക്കുമ്പോ നമ്മുടെ മനപ്പാട
ഉറകളെ കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല. അപ്പൊ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു സത്യവിശ്വാസി ആയിക്കൊണ്ട് മരിക്കാതെ നിവിധി എഴുതി കൂട്ടാതിരിക്കട്ടെ. ആമീൻ. അപ്പൊ വേളയിൽ വാനലോകത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ അല്ലെ. അതായത് പിന്നെ ഇതെന്താണ്, വലിയ കല്ലുകളിട്ട് തലക്കിട്ടിട്ട് തല ചതഞ്ഞരഞ്ഞു പോണ്, വീണ്ടും തല പൂർവ്വസ്ഥിതിയിലാകുന്നു. ഇസ്രാ മിറാജ് രാത്രിയിലായിരുന്നു ആ കാഴ്ചകൾ ഇല്ലേ. അതുപോലെ തന്നെ രക്തപ്പുഴയിൽ ഒഴുകി തുടിച്ചിങ്ങനെ വരുന്നു. എന്നിട്ട് ആ രക്തപ്പുഴ നീന്തി 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 കരക്കെത്തുമ്പോ അവിടെ കല്ലുകൊണ്ട് തല ചതയ്ക്കുന്നു. പിന്നെ അതുപോലെ ഭയങ്കരമായ നാറ്റം, അത് വ്യഭിചരിച്ച സ്ത്രീകളുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അതിൽ ചിലത് വർണ്ണിക്കുന്നിടത്ത് ഖുർആൻ മനഃപ്പാഠം മറന്നവർക്ക് കൂടിയുള്ള ശിക്ഷകളെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. അതല്ല, നമ്മളൊക്കെ അതിൽ പെടുന്ന ആൾക്കാരല്ലേ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, കുറെ ദുആ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും നമ്മൾ ചെയ്ത തെറ്റുകളിലെ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാന്ന്, അതായത് നമ്മുടെ പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കുകയില്ല അല്ലെ. ഇന്നല്ലാഹ അനിയ്യുൻ ഹമീദ്, അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അനേകം അല്ലെ, അത് വെച്ച് ഭയങ്കര എല്ലാത്തിനും മതിയായ ധന്യനുമാണ് അല്ലെ. വഹ്വ ഗഫൂറുൽ വദൂദ്, നമ്മുടെ ഒരുപാട് സ്നേഹമുള്ളവൻ. വദൂദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന്റെ അങ്ങേയറ്റമാണ് അല്ലെ, ഇഷ്ടമുള്ള ഗഫൂറുൽ വദൂദ്, അതായത് ഏറെ പൊറുക്കുന്നവരുമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു പോയ തെറ്റാണ് ഇപ്പൊ അതായത് പഠിക്കുക മറക്കുക എന്നല്ല. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയില്ലായിരിക്കും. ആമീൻ. عن أبي مسعود الأنصاري قال رسول الله صلى الله عليه وسلم യൗമുൽ ഖൗല അക്റഹും ബി കിതാബില്ല, അതായത് നമ്മുടെ ഖുർആനിൽ മസൂദ് അൻസാരിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, ഖുർആൻ ഏറ്റവും അധികം മനഃപ്പാഠമുള്ളവരാണ് സമൂഹത്തിന് ഇമാമായിട്ട് നിൽക്കേണ്ടത്. അതായത് മനഃപ്പാഠ സൂറകൾ ധാരാളമായി പഠിച്ചവർക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അല്ലെ. അവർ മനഃപ്പാഠത്തിൽ സമന്മാരാണെങ്കിൽ സുന്നത്ത് കൂടുതൽ, അത് ഒരേപോലെ ഖുർആൻ പഠിച്ചപ്പോ 5 ജ്യൂസ് പഠിച്ചാൽ 2 ആളും 5 ജ്യൂസ് ആണെങ്കിൽ സുന്നത്തിൽ ആരാ പഠിച്ചത് അവർ നേതൃത്വം നൽകട്ടെ. അപ്പൊ എവിടെ എത്തിയാലും അവർക്ക് ബഹുമാനം കൂടുതലുണ്ട് അല്ലെ. അവർ സുന്നത്തിന്റെ വിഷയത്തിൽ സമന്മാരാണെങ്കിൽ ഹിജറ ചെയ്തവർക്ക് പ്രാധാന്യം നൽകട്ടെ എന്ന്. അപ്പോൾ അവർ അങ്ങനെ എല്ലാ വിഷയത്തിലും സമന്മാരാകുമ്പോൾ ആരാണോ കൂടുതൽ ഹിജറ ചെയ്തത് അവൻ നിൽക്കട്ടെ അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാല ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വമു വയളഉ ബിഹി ആഖരിൻ, അതായത് ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്ത ആമിർ ബിൻ വാസിലിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നാഫി ബിൻ അബ്ദുൽ ഹാരിസ് ഉസ്ഫാനിൽ വെച്ച് ഉമർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. അപ്പൊ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിനെ മക്കയിൽ ഉദ്യോഗം ഏൽപ്പിച്ചു. ശേഷം അഹ്ലുൽ വാദിയിൽ ആരെയാണ് ഉദ്യോഗസ്ഥനായി നിയോഗിക്കേണ്ടതെന്ന് നാഫിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇബ്നു അബ്സ. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ആരാണ് ഇബ്നു അബ്സ? അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ ഞങ്ങളിൽപ്പെട്ട ഒരു പ്രധാനിയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ പ്രധാനിയെ ആണോ അധികാരം ഏൽപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമുള്ളവനും ദീനി വിഷയത്തിൽ വിജ്ഞാനിയുമാണ്. ഉമർ റളിയല്ലാഹു നിശ്ചയം അല്ലെ. അപ്പം പിന്നെ ഒരു പ്രധാനിയാണ് ഏൽപ്പിച്ചത്, നാട്ടുപ്രധാനിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉമർത്താവ് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പ്രധാനിയാണോ ഏൽപ്പിച്ചത്, വിവരമില്ലാത്ത മനുഷ്യനോ ആണോ എന്നായിരിക്കാം ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളാകുമ്പോൾ, അതായത് വിവരമില്ലാത്ത ആളുകൾ രാജ്യം ഭരിക്കും, വിവരമില്ലാത്ത പണ്ഡിതന്മാർ നേതൃസ്ഥാനത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. നാടിന്റെ നാശം വിവരമില്ലാത്ത ആളുകൾ നാട് ഭരിക്കുമ്പോഴും മതം ഭരിക്കുമ്പോഴും ഒക്കെയാണ്. അപ്പം ഖുർആൻ മനഃപ്പാഠമുള്ളവനും ദീനി വിഷയങ്ങളിലെ വിജ്ഞാനിയുമാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ഒന്നും മിണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ മുഖേന ചില സമൂഹത്തെ ഉയർത്തുകയും ചിലതിനെ താഴ്ത്തുകയും ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ല ഉഹുദി ഫീ സൗബിൻ വാഹിദ് സുമ്മ യഖൂലു,
അയ്യുക്കും അഹ്സനു ഉഖ്ദു ലിൽ ഖുർആനി. അതായത് ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിവേദനം ചെയ്ത ഹദീസിൽ ഉഹദ് യുദ്ധത്തിൽ മരിച്ചവരുടെ മയ്യത്തുകൾ ഒരു തുണിയിൽ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇവരിൽ ആരാണ് കൂടുതൽ മനഃപ്പാഠമാക്കിയത്? അങ്ങനെ അവരിൽ നിന്ന് ഒരാളെ ചൂണ്ടിയാൽ ആ മയ്യത്തിനെ ആദ്യം ഖബറിൽ വെക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ ഞാൻ ഇവരുടെ സാക്ഷിയാണ്. ശേഷം അവർ രക്തത്തോടെ ഖബറടക്കാൻ കൽപ്പിച്ചു. അങ്ങനെ കുളിപ്പിക്കുകയോ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയോ ചെയ്തില്ല അല്ലെ. അപ്പൊ രക്തസാക്ഷികൾക്ക് കുളിപ്പിക്കേണ്ട, അവര് ആ ചോര ഉള്ള തുണികളോട് കൂടി തന്നെ ആയിരിക്കും അവരെ മയ്യത്ത് അടക്കുക. അത് ആ ബ്ലഡ് ആണ് നാളെ അവിടുത്തെ സാക്ഷി. അങ്ങനെ തന്നെ ആണല്ലോ ഇഹ്റാം കെട്ടിയിട്ട് മരിക്കുമ്പോഴും അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാനാണ് സാക്ഷിന്ന്. അൽഹംദുലില്ലാഹ്, അവർക്ക് എത്രമാത്രം പ്രതിഫലമായിരിക്കും കിട്ടുകയല്ലേ. അവര് അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാന്നാ പറയുന്നത്. രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവര് മരിക്കുന്നില്ല, അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അൻ അബ്ദുല്ലാഹിബിനു ഉമറിൻ അനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലു ലി സാഹിബിൽ ഖുർആൻ. അവന്റെ ഹൃദയത്തിലെ ഖുർആൻ ഉള്ളവനാണ്, സാഹിബാണ് ഖുർആന്റെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണുന്നു, വായിക്കുക സ്വർഗത്തിലേക്ക് കയറി പോകുക എന്നല്ലേ. അപ്പൊ നമ്മൾ എത്രമാത്രം ആയത്തുകളാണോ പഠിച്ചിട്ടുള്ളത്, എത്രമാത്രം ആയത്തുകളാണോ ഓതാറുള്ളത്. ചില ആളുകളൊക്കെ കാണാൻ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി ഓതി. ഞാനിപ്പോ കഴിഞ്ഞ റംസാനിൽ നമ്മളെ അടുത്ത നാട്ടിലെ ഒരു എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടെ ഒരു ഉമ്മ ഇങ്ങനെ ഇരുന്ന് ഓതുന്നു. അപ്പൊ ഓതി 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 അവരെ പുറവും കഴുത്തൊക്കെ വേദനായിട്ട് നിന്നൂടാ. പക്ഷെ അങ്ങനെ തന്നെ ഓതല. കുറെ ഏജ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കൂല. മരുമക്കൾ ഉണ്ടെങ്കിൽ പിന്നെ അവരായിരിക്കും അതിന്റെ ഭരണം അല്ലെ. അങ്ങനെ ഇരുന്ന് ഓതി ഒരേ പൊസിഷനിൽ കയ്യും തലയൊക്കെ വെച്ചിട്ട് അതിമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, തേയ്മാന പ്രശ്നം. പക്ഷെ ഇങ്ങനെ ഓത് തന്നെയാണ്. പിന്നെ നമ്മളെ പോലെ മൾട്ടി ഡിവൈസസ് ഒന്നും ഉപയോഗിച്ച് ഫോണും ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അങ്ങനെ ഓതാ കിടന്ന് ഓതാ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇല്ലാലോ. പ്രായമായോലല്ല, അവരെ ഖുർആൻ മാത്രമേ യൂസ് ചെയ്യൂ പാരായണം ചെയ്യാന്. അങ്ങനെ ഓതുന്നു. അപ്പൊ അതുപോലെ ചില ആളുകളുണ്ട്. അപ്പൊ ഖുർആൻ പാരായണം അഫ്ളലു ദിക്ർ ഖിറാത്തുൽ ഖുർആനാണ്. മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സമയങ്ങളിൽ നമുക്ക് വേറെ വേണ്ടാത്ത ദുഷിച്ച ചിന്തകളോ വേണ്ടാത്ത കാര്യങ്ങളോ വേണ്ടാത്ത പ്രവർത്തനങ്ങളോ പിത്തര പറയാനോ വേറെ ഒന്നും സാധിക്കൂല അല്ലെ. അപ്പൊ അതിങ്ങനെ ഖുർആൻ ഓതി ഓതി തന്നെ പോവും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെറുതാവുമ്പോ അടുത്ത വീട്ടിൽ ഒരുപാട് മക്കളുള്ള വീടായിരുന്നേ. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ഓല കൂടെ നിസ്കരിക്കുകയും നോമ്പടിക്കുകയും. അപ്പൊ അവര് പറയും ഭക്ഷണം അവിടെ തന്നെ കഴിക്കാന്ന് പറയും. കുറെ പത്തിരിയൊക്കെ പരത്തണം. നമ്മളെ വീട്ടിലാണെങ്കിലും ഉമ്മക്ക് ഭയങ്കര അതിശയം. എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഉമ്മന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം, ഒന്നും തൊടാൻ സമ്മതിക്കൂല. പക്ഷെ അവിടെയൊക്കെ നേരിയ നൈസ്പത്രിയൊക്കെ കുറെ പരത്തണം. അപ്പൊ നമ്മള് കുട്ടികൾ ഇരുന്ന് പരത്തും, എന്നിട്ട് കുറെ മുറിയും വെടക്കാവും. പക്ഷെ ഒന്നും പറയില്ല അവര്. അങ്ങനെ അവിടെ തന്നെ ആയിരുന്നു നിസ്കരിക്കലും നോമ്പടിക്കലും. മത്സരം വെച്ചിട്ട് ഖുർആൻ പാരായണം. ഒറ്റ നോമ്പ് ഒഴിയില്ല. അവർക്കൊക്കെ കുറെ പെൺകുട്ടികളാ. അപ്പൊ ആരധികം പിടിച്ചെന്നും വിചാരിച്ചിട്ട്. അപ്പൊ അതെല്ലാം അവിടുത്തെ ഹൈലൈറ്റ്. അവരൊരു ഉപ്പന്റെ ഉമ്മ ഉണ്ട്, ഒറ്റ മോനാ ഉപ്പ. ആ ഉമ്മ എപ്പോഴും നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. അത് ഞാൻ ആക്ച്വലി അവരതിന്റെ ഹദീസുകളൊന്നും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കുകയില്ല. അന്നൊന്നും അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും അത്ര പബ്ലിക്കലി അവൈലബിൾ ആയിരുന്നില്ലല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ പിന്നെ ഇതില്ല, എന്താണ് CD ടൈപ്പ് റെക്കോർഡറോ CD ഡ്രൈവോ അതല്ല ഇനിയിപ്പോ ഫോണോ കമ്പ്യൂട്ടറോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൽമ കിട്ടുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല 40 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവര് എപ്പോഴും അവരൊപ്പന്റെ ഉമ്മ എപ്പോഴും നിസ്കാരത്തിലും ഇങ്ങനെ ഇരിക്കും. അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കുറെ പുസ്തകമൊക്കെ എഴുതിയപ്പോ ഞാൻ ഇടയ്ക്ക് ആ നാട്ടിൽ പോയി അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യും. അപ്പൊ കാണാൻ പോയപ്പോ അവരെ കൈയുണ്ട് രണ്ട്, ഈ തള്ളവിരലും ചൂണ്ടുവിരലും ഒട്ടിപ്പിടിച്ച പോലെ. അപ്പൊ സംഭവം എന്താ, ഈ ഖുർആൻ പാരായണൊക്കെ കഴിഞ്ഞൊരു അവധി എത്തിയപ്പോ അത് പറ്റാണ്ടായി കിടപ്പിലൊക്കെ ആയപ്പോ ദിക്ർ എടുത്തെടുത്ത് കൈ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ അവർക്കൊന്നും ഒരു വർത്താനം അവർ പറയില്ല. വീട്ടിലെന്തെങ്കിലും ചെറിയ പണികളാ വെച്ചാ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അയലുമേലാറിയിട്ട് അങ്ങനത്തെ എന്തോ പണി അത് മാത്രം ചെയ്യും. കുളിച്ച് സ്കെച്ച് വന്നിരിക്കും നിസ്കാരപ്പായിൽ. അപ്പോഴൊക്കെ ഖുർആനായിരിക്കും നിസ്കാരത്തെ പ്രതീക്ഷിച്ച്. അന്നൊക്കെ പണ്ട് വലിയൊരു ഇതുണ്ടാവില്ല, എന്താ പറയാ, പിന്നെ പത്തായം അതുമേ കയറിയിട്ടായിരിക്കുക. താഴത്തുനിന്നൊന്നും നിസ്കരിക്കൂല. ചെറിയ മക്കള് നടക്കുമ്പോൾ മൂത്രം ഒഴിച്ചു പോകാൻ പാമ്പേഴ്സൊക്കെ ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. അപ്പൊ അവിടെ എപ്പോഴും ഉണ്ടാവും തസ്ബീഹായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ഖുർആന്. അപ്പൊ ആ സമയങ്ങളിലൊന്നും തന്നെ നമുക്ക് വേറൊരു ചിന്തയും വേറൊരു
പ്രവർത്തനങ്ങളൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പൊ അതൊക്കെ എന്തായിരിക്കും അവർക്കൊക്കെ കിട്ടുന്ന കൂലി? എത്ര മാത്രം ഖുർആനായിരിക്കും പാരായണം, അവർക്ക് തന്നെ അറിയോന്ന് അറിയില്ല, അത്രയും പാരായണം ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമല്ലോ, നീ വായിക്കുക, കയറിപ്പോവുക, നീ അവസാനം ഓതിയ ആയത്ത് ഏതാണോ അവിടെയാണ് നിന്റെ സ്ഥാനം. അപ്പൊ ഈ ആയത്ത് അല്ല, ഈ ഹദീസ് അൽബാനി ഹസനാണെന്ന് വിശേഷിപ്പിച്ചു. ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാല മദലുൽ ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിലു ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബറർതി വമദലുൽ ലദീ യഖറഉൽ ഖുർആന വഹുവ യതആഹദു വഹുവ അലൈഹി ഷദീദുൻ ഫലഹു അജ്റാനി. അതായത് ഖുർആൻ പാരായണം ചെയ്യും അതിനോട് ബന്ധം ഉണ്ടാക്കുകയും ചെയ്തവന് 2 പ്രതിഫലമുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അപ്പൊ അവന് അജ്റാനി, ഒരു പ്രതിഫലമല്ല 2 പ്രതിഫലം. പക്ഷെ നമുക്കൊന്നും ഇപ്പം കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നതുകൊണ്ട് ഖത്തം പണ്ടത്തെ പോലെ അത്ര അങ്ങ് സ്പീഡിൽ പോയി കിട്ടുന്നില്ല അല്ലെ. കാരണം ക്ലാസ്സുകൾ അത്യാവശ്യം തന്നെയാണ്. ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലെ. നമ്മൾ കേട്ട് നമ്മളെ പല തെറ്റുകളും നമുക്ക് തിരുത്താൻ സാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റും. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം ക്ലാസ് കേൾക്കണം. എന്നിരുന്നാലും ഒരുപാട് ക്ലാസ്സുകൾക്ക് വേണ്ടി റമദാനിൽ നിങ്ങൾ മെനക്കെടണം. റമദാൻ ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആൻ പാരായണം ചെയ്യാനും വേണ്ടിയിട്ടും അത് ഹിഫ്ളാക്കാനും അതിന്റെ പിന്നെന്താ പറയാ ഖത്തം തീർക്കാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിനെ അവഗണിച്ചും കൊണ്ട് ഫുൾ ടൈം ക്ലാസ് ആയി പോകരുത്. ഹിഫ്ള് അല്ല, ഖുർആനെ ഖത്തം തീർക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം അല്ലെ. ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവൻ ആദരണീയനും ഉത്തമരുമായ മാലാഖമാരുടെ കൂടെയുള്ളത് പോലെയാണ് അല്ലെ. അപ്പം ആദരണീയനായിരിക്കും, അവര് ഉത്തമമായ മാലാഖമാരുടെ കൂടെയുള്ളവരെ പോലെ അത്രയും ഗ്രേഡ് ആയിരിക്കും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ആ മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ നമുക്കൊക്കെ അത്രയും പ്രതിഫലം ഉണ്ടെന്നാ പറയുന്നത്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ ഖിയാമത്ത് നാളിൽ സന്നിഹിതരാവും ശേഷം പറയും, അള്ളാഹുവെ നീ ആഭരണങ്ങൾ ധരിപ്പിക്കണേ. അപ്പോൾ ആഭരണങ്ങൾ അണിയിക്കപ്പെടും. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമത്തി ഫയഖൂലു റബ്ബി ഹല്ലിഹി ഫയൽബിസു താജൽ കറാമത്തി തുമ്മ യഖൂലു യാ റബ്ബു സിദ്ഹു. അതായത് ആഭരണങ്ങൾ അണിയിപ്പിക്കപ്പെടണേ എന്ന് പറയുമ്പോൾ ആഭരണങ്ങൾ അണിക്കും, ശേഷം അത് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അതായത് ആഭരണങ്ങൾ ഒരുപാട് ഇടും, അവനെ പ്രത്യേക വസ്ത്രങ്ങൾ അണിയിപ്പിക്കും, ശേഷം അവന് തൃപ്തിപ്പെടാൻ പറയും അല്ലെ. അപ്പൊ വാഹനങ്ങൾ, നല്ല ഡ്രസ്സ് ഉണ്ടാവും, ആഭരണങ്ങൾ ഉണ്ടാവും, അള്ളാഹു തൃപ്തിപ്പെടും. അള്ളാഹു അവനെ തൃപ്തിപ്പെടുകയും ശേഷം അവനോട് വായിക്കാനും സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനും പറയും അല്ലെ. ഇത്ര മഹത്തായ ഓഫറുകളാണ് ഇതൊക്കെ. 12ാമത്തെ ഓഫറാണ്. ഞാനിപ്പം 19ാമത്തെ. ഇതൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല അല്ലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും നമുക്ക് ഖുർആനിന്റെ ഒരു മഹത്വം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാം. അപ്പോൾ അള്ളാഹു അവനെ കൊണ്ട് തൃപ്തിപ്പെടുകയും നീ വായിക്കുക, നീ സ്വർഗത്തിലേക്ക് കയറിപ്പോവുക എന്ന് പറയും. ഓരോ ആയത്തിനും നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് സാധാ പാരായണത്തിനാണ്. ഓരോ ആയത്തിന്റെയും നന്മ അതല്ല, ഓരോ ആയത്തിനും ഓരോ ഹർക്കത്തിനുള്ള നന്മ, അക്ഷരത്തിനുള്ള നന്മ. അതേസമയം നമ്മൾ നിസ്കാരത്തിലും പള്ളിയിലും വെച്ച് ഓതുകയാണെങ്കിൽ എത്രയോ പ്രതിഫലമായിരിക്കും, ലക്ഷക്കണക്കിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാത്രിയിൽ സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ ല്ലേ. ഈ ഒരു ആയത്ത് തന്നെ പലർക്കും ഒരു വിഷയമായിട്ടുള്ള ആയത്താണ് അല്ലെ. വിവാദ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മിഅ്റാജ് രാത്രിയിൽ അവിടെ സ്വർഗം കണ്ടെന്നോ, പിന്നെ ഇവിടെ മറ്റേന്താ മസ്ജിദുൽ അക്സയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദ വിഷയമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അബൂബക്കർ റളിയല്ലാഹു അന്ന് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നില്ല, വെറും അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. അന്ന് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ?
അപ്പൊ പിന്നെ അബൂബക്കർ അത് കേട്ടിട്ടില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു, അല്ലേ രാത്രി ഇവിടെ പോയോലെ, എന്താണ് മസ്ജിദുൽ അക്സൽ, എത്രയോ ദിവസത്തെ വഴി ദൂരമുണ്ട് മസ്ജിദുൽ അക്സൽ, എന്നിട്ട് അവിടുന്ന് സ്വർഗത്ത് പോയോലെ, എന്നിട്ട് സ്വർഗവും നരകവും കണ്ടോലെ, ഈസാ നബിനെ മൂസാ നബിനെ ഒക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് ഒരു പുച്ഛം പരിഹാസമായിരുന്നു. അപ്പൊ എടുത്ത വഴി അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്കിൽ അത് ശരിയാ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹുവിന് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വന്നത് പോലും അല്ലെ, ആ ഒരു കാരണത്താലാണ്. ബരീദത്തിൽ നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, ആർ ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു, അവന്റെ മാതാപിതാക്കളെ ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശമുള്ള കിരീടം ധരിപ്പിക്കും അല്ലെ. അപ്പൊ ഖുർആൻ ഹിഫ്ള് ചെയ്തിട്ടുള്ളവർക്ക്, അതായത് അവരുടെ മാതാപിതാക്കൾക്ക് കിരീടം ധരിപ്പിക്കും. പക്ഷെ ഖുർആൻ ഹിഫ്ള് ചെയ്യല്, അത് പഠിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങുന്നവർക്ക് എളുപ്പമായിരിക്കും, മേ ബി ഈസി. പക്ഷെ അതനുസരിച്ച് ജീവിക്കലാണ് ടാസ്കില്. അത് നമ്മുടെ വലിയൊരു ഇതാണ് അല്ലെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാന്ന് പറയുന്നത് നമ്മൾ ആ പ്രവൃത്തിയും ഓത്തും ഹിഫ്ളും ആയിട്ട് മാച്ച് ആയിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെ, ഹത്താ മനിസ്തഖുല്ലാഹ ഹത്താ മനിസ്തഅതു, നിങ്ങൾക്ക് സാധിക്കാവുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അല്ലെ. ആ കിരീടം, അതിന്റെ പ്രകാശം സൂര്യനോടൊപ്പമാണ്. മാതാപിതാക്കളെ അത് ഐഹിക ലോകത്ത് കിടപിടിക്കുന്ന ഒരു പ്രത്യേക പുടവ അണിയിപ്പിക്കും അല്ലെ. ആ കിരീടത്തിന്റെ ഒരു ഭംഗി എന്തെന്നാ പറയുന്നത്, സൂര്യനെ വെല്ലുന്ന ഭംഗി. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ അകലത്തുനിന്ന് കണ്ടാലും അത് എത്ര ബ്രൈറ്റ്നെസ് ആണല്ലേ, അതിനോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഐഹിക ലോകത്തോട് കിടപിടിക്കുന്ന പുടവ. അപ്പൊ വിചാരണ സമയത്ത് എല്ലാരും കൂടെ ബേജാറായി നിൽക്കുമ്പോ ഈ കിരീടം ധരിച്ച്, കിരീടം അങ്ങനെ വെട്ടി തിളങ്ങും. അത് മാത്രല്ല അവരിടുന്ന ഡ്രസ്സും ഒക്കെ അല്ലെ. അപ്പൊ രണ്ടുപേരും ചോദിച്ചു, ഞങ്ങള് ധരിച്ചിരുന്ന മകൻ, അപ്പൊ അവര് പറയും പോലെ ഞങ്ങളെ മകൻ ഖുർആൻ പഠിച്ചതിന്. അപ്പൊ മാതാവിനോട് പിതാവിനോട് ആൾക്കാർ ചോദിക്കല്ലോ, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ഇട്ട് നിൽക്കുന്നതെന്ന്. അങ്ങനായിട്ട് ആ ഒരു ഡ്രസ്സ് തന്നെ ഇല്ലാണ്ട്, ഉടുമാനില്ലാണ്ട് നിൽക്കുന്നവരെ കൂട്ടത്തു നിന്നാണ് ഇവരിങ്ങനെ ഇടുന്നത് അല്ലെ. അപ്പം പറയും, ഞങ്ങളെ മകന് ഖുർആൻ പഠിച്ചിട്ടാണ്. അപ്പൊ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ നാം ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ളവൻ അത് മറന്നു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല തഅഹദു അൽ ഖുർആന ഫവല്ലദീന നഫ്സി ബിയദി ലഹുവ അഷദ്ദു തഫസ്സിയം മിനൽ ഇബിലി ഫിൽ ഉഖ്ലിഹ. അതായത് അബൂ മൂസയിൽ നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം പറയുന്നു, ഖുർആനുമായി നിങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുവിൻ, മുഹമ്മദിന്റെ ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് സത്യം. കയറിൽ ബന്ധപ്പെട്ട ഒട്ടകം കുതറിപ്പോകുന്നതിനേക്കാൾ ഉപരിയായി ഖുർആൻ ഓടിപ്പോകുന്നതാണ്. അതായത് നമ്മൾ എത്ര തന്നെ ഖുർആൻ പഠിച്ചു വെച്ചാലും അതിനെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഓടിപ്പോകാൻ കയറിൽ ബന്ധിക്കപ്പെട്ട ഒട്ടകം ഓടുന്നതിനേക്കാൾ, അതായത് ബന്ധിക്കപ്പെട്ട ഒട്ടകത്തിന് ഓടാൻ പ്രയാസമായിരിക്കും, അതിനേക്കാൾ സ്പീഡിൽ ഓടും അല്ലെ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖു അലൈഹി ആയ ഹദീസാണിത്. അപ്പൊ അത്രക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഒരുപാട് കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഓടിപ്പോകുമെന്ന് ഭയന്ന് ഒട്ടകത്തെ കെട്ടിയിടുന്നതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനെ ഉപമിച്ചിട്ടുള്ളത്. ഖുർആനുമായുള്ള നിരന്തര ബന്ധം നിലനിൽക്കുന്നിടത്തോളം ഹിഫ്ളും നിലനിൽക്കും അല്ലെ. അത് അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അപ്പൊ ഈ കൊല്ലം റമദാനിലും ഷഅബാനിലൊക്കെ നമ്മളൊന്നിപ്പോ എല്ലാ ഗ്രൂപ്പൊക്കെ ആയിട്ട് പഠിക്കാൻ നിന്ന് അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും പഠിക്കണം അല്ലെ. അപ്പൊ പഠിക്കുന്നോറും പ്രതിഫലം ഇങ്ങനെ, ഒട്ടകങ്ങൾ ഇങ്ങനെ എണ്ണം കൂടി വരും അല്ലെ. ഒട്ടകത്തെ കെട്ടിയിട്ട കാലത്തോളം അത് അവിടെ തന്നെ ഉണ്ടാകും എന്നതുപോലെ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ തന്നെ ഉദാഹരണമായി എടുത്തു പറയാനുള്ള കാരണം, വളർത്തു മൃഗങ്ങളിൽ വിട്ടുപോയി കളയുന്ന സ്വഭാവം ഏറ്റവും അധികമുള്ളത് ഒട്ടകത്തിന്. അതായത് നമ്മളൊരു നായി, ഈവൻ ആർക്കും ഇഷ്ടമില്ലാത്തൊരു നായിയാണ് അല്ലെ, തൊട്ടാലേഴ് വെള്ളത്ത് കഴുകണം വരുന്ന നായിയാണെങ്കിൽ പോലും യജമാനനെ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ പൂച്ചാണെങ്കിലും അങ്ങനെ എന്ത് മൃഗവും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റിനൊക്കെ നമ്മുടെ യജമാനനോട്, ചിലർ കട്ടുമ്മലും കിടക്കയിലൊക്കെ കാണാം അല്ലെ പൂച്ചനെയൊക്കെ കൊണ്ട് കിടക്കുന്നത്.
അപ്പൊ ആ പൂച്ചക്ക് അയാൾ യജമാനെ പോയ ഇങ്ങനെ കരഞ്ഞു നടക്കും, ഭക്ഷണം കൊടുത്ത് കഴിക്കൂല. ചിലപ്പോ കണ്ണീര് പൂച്ച കരയുന്നത് കണ്ടിട്ടുണ്ട് നാളെ, കണ്ണിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരും. അപ്പൊ അതില് ഏറ്റവും വളർത്തു മൃഗങ്ങളിൽ വിട്ടുപോയി കളയുന്ന ഒരു സ്വഭാവമുള്ളത് ഒട്ടകത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉപമാലങ്കാരമായി പ്രയോഗിച്ചിട്ടുള്ളത് ഒട്ടകം. ഇത് ഫത്തുഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒട്ടകം ഓടിപ്പോയാൽ അതിനെ പിടിച്ചു വെക്കാൻ പ്രയാസവുമാണ് തിരിച്ചു പിടിക്കാൻ. എന്നുവെച്ചാല് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ബഷീർക്കന്റെ വീട്ടിൽ ഒരുപാട് പിന്നെ പശുക്കളുണ്ട്. അപ്പൊ ആ പശുവിനെ അറക്കുകയും പാല് അതിനൊക്കെ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോ ഉണ്ടാവും കയറ് പൊട്ടിച്ച റോഡലൊക്കെ. അപ്പൊ എനിക്കൊക്കെ അതൊക്കെ അത്ഭുത. സിറ്റി താമസിച്ച നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ പിന്നാലെ ഓടണം, കയറ് തട്ടിയായി ഓടുന്നവര് വീഴും, വെള്ളം നിറച്ച് ഓടിക്കാളും. അങ്ങനത്തെ ഒരു സ്വഭാവം പശുവിനുണ്ട്. അത് അവരെ വേലി വളപ്പിന്റെ ഉള്ളിൽ മാത്രമാണ് ഓടുന്നെങ്കിൽ ഈ ഒട്ടകം എന്ന് പറയുന്ന സാധനം മരുഭൂമിയിലൊക്കെ അല്ലേ ഉണ്ടാവും. അപ്പൊ അത് എങ്ങോട്ടാ ഓടി എങ്ങനാ പിടിച്ചു വെക്കല്ലേ. അപ്പൊ അതൊരു ഭയങ്കര ഉപമാലങ്കാരമാണ്. നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഖുർആൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഭയങ്കര ഉപമയാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഇന്ന ആയത്തുകൾ മറന്നുപോയി, ഇപ്രകാരം നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ ഇടവരരുത്, ഇത് വളരെ മോശമാണ്, ഞാൻ മറപ്പിക്കപ്പെട്ടു എന്ന് പറയട്ടാ. നമുക്ക് ഖുർആൻ മറന്നു എന്ന് പറയാൻ പാടില്ല, അത്ര മറപ്പിക്കപ്പെട്ടു എന്ന് പറയണമെന്ന്. നമ്മൾ മറന്നു എന്നല്ല പറയില്ല, അങ്ങനെ പറയരുത്. നിങ്ങൾ ഖുർആനെ കുറിച്ച് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കും, ഹിഫ്ള് ചെയ്തുകൊണ്ടേയിരിക്കുവിൻ. അപ്പൊ നമ്മള് അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ അത് റമളാനും ഷഅബാനായിട്ടാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പോലും നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കല്ലേ. നമ്മളൊന്ന് റെയിലുമ കയറ്റാനാ ബുദ്ധിമുട്ട്, അതെന്താന്ന് മനസ്സിലാക്കാൻ. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത്ര സൂറത്തുകൾ പഠിച്ചത് തന്നെ പിന്നെയും 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 പഠിച്ചതിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു മാസത്തിൽ ഇത്ര ആയത്തുകൾ ഓതി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ. എന്നൊരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞ അവര് 7 എത്രയോ ജുസ് മനപ്പാടെ ഹിഫ്ള് ചെയ്തതാണ്. അപ്പൊ ഞാൻ എവിടെ ഓതാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ഇവിടെ ഓതാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല, അത് നമ്മൾ ആളെ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് ഓതി കൊടുക്കണം. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരെങ്കിലും വിളിച്ചിട്ട് അവർക്ക് ഓതി ഇട്ട് കൊടുത്തിട്ട് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്പർ റിപ്പോർട്ട് ചെയ്യാം എത്ര ആയി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉടമസ്ഥനെ വിട്ട് ഓടിക്കളയുന്ന എല്ലാ നാൽക്കാലി മൃഗത്തേക്കാൾ കൂടുതൽ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഖുർആനാണ്. അത് ഒട്ടകത്തെ പോലെ എന്ന് പറയുന്നത് ഒട്ടകമാണ് ഈ മൃഗങ്ങളെക്കാൾ എല്ലാറ്റിലും ഹൈലൈറ്റ് ആയിട്ട് ഓടാറുള്ളത്. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുമാണ്. അപ്പൊ ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. നമുക്ക് മറന്നു പോകലും അത് തിരിച്ചു പിടിക്കലും ഒട്ടകം പോലെ ഓടിക്കളയലും ഒക്കെ ഭയങ്കര ടാസ്കുള്ള പരിപാടി. ഒട്ടകം ഓടുന്ന മരുഭൂമിയിലാ, അവിടെ വേലിക്കെട്ടോ അതിർവരമ്പുകളോ കോമ്പൗണ്ട് വാളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കൂലേ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഖുർആൻ ഇങ്ങനെ ഓടി പോകുന്നു പറയുമ്പോൾ നമ്മളത് ശരിക്കും റിയലി നമ്മളത് വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മൾ ഖുർആനിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് ഒത്തിരി ഒത്തിരി പ്രതിഫലങ്ങളും ഉണ്ട്. പിന്നെ അതിനെ നല്ലപോലെ പരിശോധിക്കുന്നെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ അതുപോലെ നല്ലപോലെ പരിശോധിച്ചു ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മന്നാസിയാത്തി സൂറത്ത് അല്ല സോറി നബ സൂറത്ത് എനിക്ക് നല്ലോണം അറിയാന്നുള്ള 100% കോൺഫിഡൻസോട് കൂടിയാണ് എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഓതി കൊടുക്കുന്നത്. പക്ഷെ അവര് അത് നോക്കിയിട്ട് കുറേ തെറ്റുകൾ എനിക്ക് ഇങ്ങനെ മിസ്റ്റേക്സ് ചൂണ്ടി കാട്ടി തന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നേ ഇത് ഞാൻ ദിവസം ഓതുമ്പോ ഭയങ്കര കോൺഫിഡൻസിൽ ഓതിയ സൂറത്താണല്ലോ റബ്ബേ, എനിക്ക് പച്ചവെള്ളം പോലെ അറിയുന്നതാണല്ലോ റബ്ബേ, എങ്കിൽ പിന്നെ മറ്റുള്ള ആയത്തുകളിലൊക്കെ എത്ര തെറ്റുകളാവോ ഉണ്ടാകുക എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു പോയി അപ്പൊ നമ്മളെ തെറ്റ് നമ്മൾ സ്വയം തിരുത്തുന്നതിലും മറ്റുള്ളവരെ കൊണ്ട് തിരുത്തിക്കുന്നത് ഒന്നും കൂടെ ബെറ്റർ ആണ്. ശരിക്കും ഒന്ന് നല്ലോണം ക്ലിയർ ആയിട്ട് ഹിഫ്ള് ചെയ്യാനും പറ്റും. അതിനെ നല്ലപോലെ പരിശോധിക്കുന്നു എങ്കിൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്താനും പറ്റും. പാട്ടിന് വിട്ടാൽ നഷ്ടമാവുകയും ചെയ്യും അത് നമ്മളെ മക്കളെ പോലെ തന്നെ. മക്കളെ നമ്മള് വല്ലാണ്ട് പിടിച്ചു വെച്ച് നല്ല രീതിയിൽ സ്നേഹരൂപേണ നിർത്തി കഴിഞ്ഞാൽ അവരെ പിടുത്തം കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് തോന്നിയ മാതിരിയല്ലേ എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. ഇബ്നു ഹജർ വഹാക്കിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഒരു തെറ്റ് ചെയ്തിട്ടല്ലാതെ ഖുർആൻ പഠിച്ച ഒരാൾ അതിനെ മറക്കുന്നില്ല അപ്പൊ നമ്മളൊക്കെ എത്രയോ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അതായിരിക്കാം ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ പഠിച്ചത് മറന്നു പോകുന്നു വൈ ഡു വി ഫോർഗെറ്റ് ദ ഖുർആൻ മെമ്മറൈസേഷൻ? എന്തുകൊണ്ടാണ് ഖുർആൻ നമ്മുടെ മറന്നു പോകുന്നതെന്നൊരു ചോദ്യം. അതെന്താൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് വന്നുപെട്ട വിപത്തുകളൊക്കെയും നിങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം തന്നെയാണ്.
ഖുർആൻ മറക്കുക എന്നത് വിപത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മളൊന്ന് തന്നെ ഈ ഖുർആന് ഹിഫ്ള് മറന്നുപോയി എന്ന് പറയുന്ന വിഷയത്തിൽ ഇതൊരു തെറ്റാണെന്നോ ഒരു വിപത്താണ്. നമ്മൾ എന്തെങ്കിലും ഭർത്താവിന് ജോലി പോയാലോ, ആരെങ്കിലും മരിച്ചാൽ, ആർക്കെങ്കിലും വലിയ വലിയ അസുഖങ്ങൾ വന്നാൽ, ആക്സിഡന്റ് വന്നാൽ അതിനൊക്കെ വിപത്തായിട്ട് കണക്കൂട്ടിയിട്ടേ ഉള്ളൂ അല്ലെ ഇന്നേ വരെ. അതൊരു വലിയൊരു പാപമായിട്ടോ വിപത്തായിട്ടോ ഒന്നും നമ്മൾ ഖുർആൻ മറന്നു പോകുന്ന വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മളും ഈ പറയുന്ന ഞാനും അല്ലെ, നിങ്ങൾക്ക് വേണ്ടി ഇത് എന്ന് റെഫർ ചെയ്തപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത്. അനി ഇബ്നു ഉമർ അനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വൈദാ ഖാമ സാഹിബുൽ ഖുർആനി ഫഖറഹു ബില്ലൈലി വന്നഹാറി ദക്കറഹു ഫൈദാ ലം യഖും ബിഹി നസിയഹു. അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, ഖുർആനിന്റെ ആൾ നമസ്കരിക്കുകയും അങ്ങനെ രാത്രിയിലും പകലിലുമായി ഖുർആൻ ഓതുകയും ചെയ്താൽ അയാൾ ഖുർആൻ മറക്കാതെ ഓർമ്മയാക്കും. ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ മറക്കും. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മറക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ എത്രല്ലാം പാവങ്ങളാണോ ചെയ്ത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതിന്റെ പിന്നിലൊക്കെ ഒരു ഹിക്മത്ത് ഉണ്ട് അല്ലെ. അതെന്തോ നമ്മുടെ മുൻഗാമികൾ ചെയ്ത പാപമോ അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നങ്ങളോ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു, ഖുർആൻ അതിവേഗം മറന്നു പോകുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തിൽ പെട്ടതാണ്. അതായത് വാട്ട് ഈസ് ദ വിസ്ഡം, അള്ളാഹുവിന്റെ ഒരു വിസ്ഡാണ്, ഒരു ഹിക്മയാണ് അത് അല്ലെ. അതായത് അള്ളാഹു നമ്മളിപ്പോ വിചാരിച്ചോളി, ഞാനിപ്പോ പണ്ട് കുറെ സൂറത്തുകളൊക്കെ മനപ്പാഠം പഠിച്ച് അതൊക്കെ അവിടെ പിന്നെ ബാങ്കില് നമ്മള് ബാങ്കിന്റെ ലോക്കറിൽ ഓർണമെന്റ്സ് കൊണ്ടുവച്ച അങ്ങനെ അത് അവിടെ ഉണ്ടാവും. നമ്മൾ എപ്പോഴാണോ തുറന്നെടുക്കുന്നത്, കല്യാണവും പാർട്ടീസും ഒന്നും ഇല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കിടക്കും. ഇല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ എടുക്കണം അല്ലെ, അങ്ങനെ കിടക്കും. അതുപോലെ ഈ ഖുർആന് നമ്മളെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതും കിട്ടൂല, റിപ്പീറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് പ്രതിഫലം വാങ്ങാന്നുള്ള അതും സംഭവിക്കൂല അല്ലെ. പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ. ഇന്നിപ്പോ ഞാൻ ഭയങ്കര നന്നായിട്ട് പള്ളിക്ക് പോയി എല്ലാ ഭക്തവും നിസ്കരിച്ച് ഇമാമും ജമാഅത്തായി, നാളെ ഞാൻ തീരെ നിസ്കരിക്കുന്നില്ല, കൂലി ഉണ്ടാവോ? കൂലി ഉണ്ടാവൂല. ഇന്നിപ്പോ ഞാൻ നന്നാക്കി ഭക്ഷണം കഴിച്ചു, നാളെ ആകുമ്പോഴത്തെ മതി ഒന്നും ഞാൻ കഴിക്കുന്നത്, നമുക്ക് വിശക്കൂലേ, കഴിക്കണം. അപ്പൊ നാളെയും ബുദ്ധിമുട്ടണം അല്ലെ. നമ്മളിപ്പോ ഈ ആഴ്ചക്ക് വീടൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് അടുത്ത ആഴ്ച ഞാൻ തൊടുന്ന, അടുത്ത ആഴ്ച തൊട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച എന്തെങ്കിലും വീട് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ വീടിന് വൃത്തി ഉണ്ടാവില്ല അല്ലെ. എന്റെ മോന് 8ാം ക്ലാസ് പഠിക്കുന്ന, 8ൽ അവന് ഫസ്റ്റ് റാങ്കോട് കൂടിയാ പാസ്. 9ൽ എന്തെങ്കിലും കാട്ടുട്ടയച്ചു വിട്ടാലോ, 9 ഇല്ല അല്ലെ, SLCയിലേക്ക് കടക്കുകയില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് അള്ളാഹുവിന്റെ വിസ്ഡം, അതാണ് അള്ളാഹുവിന്റെ ഹിക്മ. അതിലൂടെ ഖുർആൻ ധാരാളമായി ശ്രദ്ധിക്കുവാനും പാരായണം ചെയ്യുവാനും അതിലൂടെ ഒരുപാട് പാരായണക്കാരന് പ്രതിഫലം കരസ്ഥമാക്കുവാനും വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് താല്പര്യമുള്ളവനെയും താല്പര്യമില്ലാത്തവനെയും പരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അല്ലെ. അതിൽ വലിയ മൈൻഡ് ഒന്നും ഇല്ല. അതായത് ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പുസ്തകത്തിനും പിന്നെ ഒരു എഴുത്തുകാരന്റെ പേര് തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നൊരു കവിത ഇന്നൊരു കവിയത്രി ആരെങ്കിലും എഴുതിയതാണെന്ന് അതിന്മേൽ കാണും. ഏത് ബുക്കായി, ഇപ്പൊ ഞാൻ എഴുതുന്ന ബുക്കിലൊക്കെ എന്റെ പേരുണ്ടാവും അല്ലെ. എന്നാൽ പറയപ്പെടാണ്ട് എഴുതപ്പെട്ട ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അത് മാത്രമാണ് ദൈവിക ഗ്രന്ഥം. അത് മാത്രമാണ് ലോകത്തിലേക്ക് എല്ലാരും വായിക്കുന്നത് അല്ലെ. ഖുർആന്റെ മഹത്വങ്ങൾ നോക്കിക്കഴിഞ്ഞ ഒരറ്റവും കിട്ടൂല അല്ലെ. എന്തൊക്കെ പ്രതിഫലാണ് റബ്ബല്ല, പ്രത്യേകതകളാണോ. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ വായിച്ചതും വായിക്കപ്പെടുന്നതും പ്രതിഫലമുള്ളതുമായ ഗ്രന്ഥ. ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് പരിഭാഷകളും കോപ്പികളും വിട്ടഴിഞ്ഞ പല ഗ്രന്ഥങ്ങളും ഉണ്ട് അല്ലെ. പക്ഷെ അതൊന്നും തന്നെ ഇപ്പൊ ഈവൻ ബൈബിള്, മഹാഭാരതം, രാമായണം അങ്ങനത്തെ വേദഗ്രന്ഥങ്ങൾ പോലും ആരും തന്നെ ഖുർആൻ ഓതുമ്പോലെ ഓതാറുമില്ല, ഖുർആനിനെ പോലെ പ്രതിഫലം ലഭിക്കാറുമില്ല അല്ലെ. ആക്ച്വലി കറക്റ്റ് അല്ലേ. ഖുർആന് മാത്രല്ല, ഖുർആൻ ഓതാത്തതായിട്ട് ഒരു സെക്കൻഡ് 24 hours ഉണ്ടാവില്ല. ഉണ്ടോ?
നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഈ മണിക്കൂറിൽ ആര് ഖുർആൻ ഓതുന്നില്ല? ഒരിക്കലും നെവർ വി കാൻ സേ ദാറ്റ്. നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോ കാണാം മക്കത്തെ ഹർമിൽ ഇങ്ങനെ പിന്നെ ഇതില് തറാവിക്കും രാത്രി തഹജ്ജുദ് നമസ്കാരത്തിലൊക്കെ ഓതുന്നു. ഇനി തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹറം രാത്രിയും പകലൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ട ചോദലും തവാഫും ഒക്കെ തന്നെയാണ് അല്ലേ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങുമ്പോഴായിരിക്കും ജപ്പാനിൽ പകലാവുക. അപ്പൊ അവര് ലൊഹറിസ്കാരത്തിന് ഓതും. അപ്പൊ പിന്നെ ഉഗാണ്ടയില് അസറായിരിക്കും, അവര് അസറിസ്കാരത്തിൽ ഓതും. മറ്റിടത്തിൽ മഗ്‌രിബായിരിക്കും, അപ്പൊ അവര് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇരുന്ന് ഓതും അല്ലെ. വേറൊരിടത്തിൽ മദ്രസ നടക്കുന്നുണ്ട്, അപ്പൊ അവിടെ ഓതും. അപ്പൊ ഖുർആൻ ഓതാത്ത ഒരു സെക്കൻഡ് ടൈം പോലും വേൾഡിൽ ഇല്ല. ഏറ്റവും കൂടുതൽ ഹിഫ്ള് ചെയ്ത ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാണ്. ഒരേ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് പറയാനുള്ള ഖുർആനാണ്. നമ്മളൊക്കെ എന്ത് തന്നെ എഴുതിയാലും, ഇപ്പൊ ഞാനൊക്കെ എഴുതിയ ബുക്കിനൊക്കെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഞാൻ പറയാം ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്, ഇനി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, എന്നാൽ എനിക്ക് അടുത്ത ബുക്കിൽ തിരുത്താൻ പറ്റുമെന്ന് പറയും. പക്ഷെ ഞാൻ അവരോട് അത് പറയുമ്പോൾ ഞാൻ പറയും, ഞാനിത് എഴുതുമ്പോൾ എനിക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ശരിയായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് പരിമിതികളും ഇതുകളുണ്ട് അല്ലെ, ഇല്ലായ്മകളും പോരായ്മകളും ഉണ്ട്. അള്ളാഹു എഴുതിയ വേദഗ്രന്ഥത്തോളം നമ്മുടെ ആര് ഗ്രന്ഥവും അത്രക്ക് അങ്ങ് പോരിശല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിക്കുന്നു എന്ന് മാത്രം അല്ലെ. അപ്പൊ ആ ഗ്രന്ഥത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എവിടെയും പറ്റൂല അല്ലെ. എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞതെന്ന് വേണം പറയാം. മാത്രമല്ല, ആരെങ്കിലും ഒരാൾ ഗ്രന്ഥം എഴുതിയ മാസത്തിനെ തലയിൽ കയറ്റിയിട്ട് അത് വലിയൊരു വിഷയമാക്കിക്കൊണ്ട്, ഇപ്പൊ നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പം ബർത്ത്ഡേ ആഘോഷിക്കല്, ക്വാർട്ടർ ബർത്ത്ഡേ, പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോ എന്തൊക്കെയോ ആർഭാട പരിപാടികൾ ബിദ്അത്തുകളും തുടങ്ങിയിട്ടുണ്ടല്ലേ, വെഡിങ് ആനിവേഴ്സറീസ്, പിന്നെന്തൊക്കെ എനിക്ക് അറിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് കളിക്കാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അങ്ങനെ. പക്ഷെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ എന്താണ്? ഖുർആന്റെ ബർത്ത്ഡേ ആണ് നമുക്ക് ബർത്ത്ഡേ അല്ലേ. അത് ഒരു മാസം നീളുന്ന ബർത്ത്ഡേ ആണ് അല്ലെ. ഒരു മാസം ആസ്വദിക്കാൻ മാത്രമാണ് നമ്മൾ ഷഹബാനിലും അതിനൊരുങ്ങുന്നു. ഷഹബാൻ റമദാൻ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ 6 നോമ്പ് പിടിച്ചിട്ട് അതും ആഘോഷിക്കുന്നു അല്ലെ. അപ്പം ഈ ഖുർആന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയ മാസം ആരെങ്കിലും തലക്കെട്ടി അടക്കലുണ്ടോ? ഗ്രന്ഥം എഴുതിയ ആളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയാം ഇന്ന ആളാണ് അത് എഴുതിയ ആൾ, മരിച്ചാലും നമ്മൾ പറയും അല്ലെ. പക്ഷെ ആ ഗ്രന്ഥം എഴുതിയ മാസത്തിന് ആരെങ്കിലും താലോലിക്കലുണ്ടോ? പക്ഷെ അത് ഖുർആന്റെ മാസത്തിനെ മാത്രമാണ് നമ്മളിങ്ങനെ താലോലിക്കുന്ന. ഒരുപാട് പ്രതിഫലങ്ങളും റമദാൻ കാരണം നമുക്ക് എന്തൊക്കെ കൂലിയാണോ കിട്ടുന്നത്, വേറെ തന്നെ വിഷയമാണ്. അതിപ്പോ ഇതിൽ പറയാൻ പറ്റൂല, പറഞ്ഞാൽ തീരൂല. അതിലെ ഖുർആൻ ധാരാളമായി ശ്രദ്ധിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കുവാനും വേണ്ടിയാണ് അള്ളാഹു ഈ മറന്നു പോകുക എന്നുള്ള ഹിക്മത്ത് ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് ഗ്രന്ഥത്തിനോട് താല്പര്യമില്ലാത്തവനെയും ഉള്ളവനെയും പരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് അല്ലെ. ചിലർക്ക് അതൊരു മൈൻഡും ഇല്ല, ഖുർആനിൽ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ് അല്ലെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമയെ പറഞ്ഞു, വേറെ ഏതെങ്കിലും ക്രിക്കറ്റ് താരം എന്തെങ്കിലും ചെയ്ത്, അതൊക്കെ ആയിരിക്കും അവരെ റോൾ മോഡൽ. ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ എന്റെ സഹോദരനോട് എനിക്ക് ഉപദേശിക്കാനുള്ള, അവർ ധാരാളം പാരായണം ചെയ്യട്ടെ എന്നല്ലേ. ഹൃദ്യസ്ഥമാക്കിയവർക്കുള്ള താക്കീതാണത്, പാരായണം ചെയ്യണം. അപ്പൊ നമ്മളോ അത് തന്നെ, നമ്മളും അങ്ങനെ തന്നെ പാരായണം ചെയ്യുക. അതിന് ഒട്ടേറെ പ്രതിഫലങ്ങളുമുണ്ട്. മജ്മുൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ അധിക പേരും ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. അള്ളാഹു ഖുർആൻ സംരക്ഷിക്കുന്നതിന്റെ ഒരു രീതി അത് മനഃപ്പാഠമാക്കുന്നതിലൂടെ സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ എത്ര തന്നെ ഇസ്ലാമോഫോബിയ ബാധിച്ച്, ഇസ്ലാമോഫോബിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലല്ലേ. ഇസ്ലാമിനോടുള്ള ദേഷ്യം, വൈരാഗ്യം, ആ വൈരാഗ്യം ബാധിച്ചവർ ആരെങ്കിലും പറയാണ് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ഖുർആനും വേണ്ട, ലോകത്തുള്ള മുഴുവൻ ഖുർആനും നമ്മൾ തീയിട്ട് ചുടാന്ന് പറഞ്ഞ് ചുട്ടു കഴിഞ്ഞാലും നോ പ്രോബ്ലം അല്ലേ. ആ രാജ്യത്തല്ലേ വേറെ ഒരു രാജ്യത്തിൽ അതിന്റെ പ്രിന്റ് എടുത്ത് ഇനി കോപ്പീസ് അവൈലബിൾ അല്ലെങ്കിൽ പോലും ഹൃദയത്തിലുണ്ട് ഖുർആൻ അല്ലെ. ഒരുപാട് ആളുകളെ ഹൃദയത്തിൽ നിന്ന് ഖുർആൻ ഒഴുകും അല്ലെ. ആരെന്നെ നശിപ്പിക്കാൻ വിചാരിച്ചാൽ അള്ളാഹു ഉയർത്തുമ്പോഴല്ലാണ്ട് ഈ ഖുർആൻ ഒരു സ്റ്റോപ്പേജ് ഇല്ല അല്ലെ. അള്ളാഹു ഒരു സമയമാകുമ്പോ തങ്ങൾ എടുത്തു, ഖുർആനിലെ അക്ഷരങ്ങൾ മാഞ്ഞു പോയി. അടുത്ത ദിവസം ഞാനൊരു വീഡിയോ കണ്ട് ബേജാറായിപ്പോയി. ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു, എടാ എണീക്കുന്നില്ലേടാ, സമയം എത്രയാടാ, 12 മണിയായിട്ടോ, ഇന്ന് സൂര്യൻ ഉദിച്ചില്ലേന്ന് ചോദിച്ചു. ഓനെടുത്ത് പുറത്ത് വന്ന് നോക്കുമ്പോണ്ട് ഊരിരുട്ട്, വാച്ച് തിരിച്ചു മറിച്ചൊക്കെ നോക്കുമ്പോ 12 മണി. എന്തത് പകലായിട്ട് ഇത്രയും സമയമായിട്ട് സൂര്യൻ ഉദിച്ചില്ലേ. അപ്പം തന്നെ ഓടി വന്ന് ഖുർആൻ മറിച്ചു വെക്കുക. ഖുർആൻ ബ്ലാങ്ക് പേജ് ആയി കിടന്നു. ഞാൻ കണ്ടപ്പോ ബേജാറായി പോയി. ഖുർആൻ ബ്ലാങ്ക് പേജ്, ഖുർആനിൽ ഒന്നും
ഒന്നും ഇല്ല. ഖുർആൻ ഉയർത്തപ്പെടുക നമ്മൾ വിചാരിക്കും ഖുർആൻ അപ്പാട് മേലോട്ട് പോവാ, അപ്പൊ ബ്ലാങ്ക് പിടിച്ച് അപ്പോഴാണ് താടിക്ക് തലക്കടിക്കുന്ന പഠിച്ചോനെ തൗബ നിന്ന് പോയല്ലോ റബ്ബേ അല്ലേ. അപ്പൊ അതൊക്കെ ഏത് സമയം സംഭവിക്കാൻ നമുക്കൊന്നും ഒരു അറിവില്ല. അതൊക്കെ ലോകത്തിന്റെ എൻഡില് വരുന്നാന്ന് വിചാരിച്ച നമ്മൾ ഇരിക്കേണ്ട, അതൊക്കെ എപ്പോഴും സംഭവിക്കാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം തന്നെ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആന്റെ എഴുത്തുകൾ ലിപികളൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞാൽ തൗബ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പടിഞ്ഞാറ് ഉദിച്ചാൽ തന്നെ തൗബ മാഞ്ഞു പോവുമല്ലോ അല്ലെ. അല്ലാഹുവേ തൗബന്റെ വാതിൽ അടക്കപ്പെട്ടു പോകും. അപ്പൊ മൻസൂർ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കിയവർ 4 പേരായിരുന്നു. ഒന്ന് ഉബൈ, രണ്ട് മുആദ് ബിൻ ജബൽ, അബൂ സയ്യിദ് ബിൻ സാബിത്ത് എന്നിവരായിരുന്നു. അപ്പം ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കെല്ലാം ഒരു ചോദ്യം, നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ റബ്ബെ, മറന്നു പോകുന്നതിന് എന്ത് ചെയ്യണം? അപ്പൊ ഖുർആനും തിന്മകളോടുള്ള സ്നേഹത്തിനാൽ നിറക്കപ്പെട്ടു തിന്മകളെ സ്ഥിരചര്യവും സമ്പ്രദായവും ആക്കിയ ഹൃദയത്തിന് ഖുർആനെ സ്വാധീനിക്കുവാനോ മനഃപ്പാഠമാക്കുവാനോ കഴിയുകയില്ല. അപ്പൊ നമ്മള് ഖുർആന് തിന്മകൾ വെടിയണം അല്ലെ. തിന്മന്റെ ഒരു പ്രവർത്തനത്തിലേക്കും നമ്മൾ പോകരുത്. അപ്പൊ നമ്മൾ പഠിച്ച ഖുർആൻ നമ്മുടെ ഹൃദയത്തിനുണ്ടാവും. അതിനാൽ തന്നെ ഹൃദയത്തിന്റെ കൽബിനെ ഖുർആനിനെ മനഃപ്പാഠമാക്കുവാൻ തയ്യാർ ചെയ്യുന്നതിന് വേണ്ടി തൗബ ചെയ്തു വെക്കണം. അതായത് ഒരുപാട് തൗബ ഇസ്തിഗ്ഫാർ. നമുക്കറിയാം റമളാനിൽ നമ്മൾ അതിനുവേണ്ടി ഒരുക്കി വെച്ച മാസമാണ്. റമളാനിന് മുന്നോടിയായിട്ട് നമ്മൾ വീടും കുടിയൊക്കെ വൃത്തിയാക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചെയ്യുക. ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് വിട്ടു നിന്നാൽ ഹൃദയം ശുദ്ധിയാക്കലും എന്തിന് ഹിഫ്ള് നിലനിർത്തുവാൻ അത്യാവശ്യമാണ്. അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, നിശ്ചയമായും ഒരു അടിമ തെറ്റു പ്രവർത്തിക്കുമ്പോൾ അവന്റെ കൽബിൽ ഒരു കറുത്ത കുത്ത് നൽകപ്പെടും. അത് നഫ്സിനെ നീക്കി തൗബയും ഇസ്തിഗ്ഫാറും ചെയ്താൽ കൽബ് ശുദ്ധമാക്കും. ഒരു പ്രവൃത്തി ചെയ്താൽ അഥവാ നമ്മിൽ നിന്നും വല്ല പ്രവൃത്തികളും തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഏറ്റവും വലിയ തെറ്റായിട്ട് പറയാനുള്ള ഹസ്ബൻഡൊക്കെ എന്ന് വന്നാൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്കായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ കയർത്ത് സംസാരിക്കുക എന്നൊക്കെ ചെയ്തു പോവില്ലേ. അതാണ് നമ്മളിൽ വരുന്ന ഒരു തെറ്റ്. രണ്ട് കുട്ടികളോട് നമ്മൾ ചീത്തരി ഒച്ചട്ട് സംസാരിക്കുമ്പോൾ ലൗഡ് വോയിസിലൊക്കെ സംസാരിക്കുക, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്ന് പോയ അപ്പം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും എന്തെങ്കിലും നന്മ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അത് തിന്മയെ നന്മ കൊണ്ട് തടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. അതായത് ഹൃദയം തെറ്റിലേക്ക് മടങ്ങിയാൽ ഹൃദയത്തെ മൂടുന്നത് വരെ കറുത്ത കുത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങളിൽ കറ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ സൂര്യൻ ഉദിക്കാത്ത ഇത് കണ്ടപ്പോഴേ ചെക്കന്മാര് ആ 2 ആൺകുട്ടികളൊക്കെ അതാണ് ഒരുത്തം വന്ന് മറ്റവനെ വിളിക്കുന്നത് കണ്ടപ്പോ ഞാൻ ബേജാറായിപ്പോയി. റബ്ബേ, ഇതുപോലൊരു അവസരം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നാളെ തൗബ ചെയ്യാം, നാളെ ഇസ്തിഗ്ഫാർ ചെയ്യാം, നാളെ ഖുർആൻ പഠിക്കാന്ന് വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഇതേ അവസ്ഥ നമുക്കുണ്ടാവൂലേ എന്നുള്ള പേടിയായിപ്പോയി. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു പറയുന്നു, ഞങ്ങൾക്ക് ഖുർആനിന്റെ പദങ്ങൾ മനഃപ്പാഠമാക്കാൻ പ്രയാസവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അനായാസമായിരുന്നു. അവർക്ക് ഖുർആന്റെ മനഃപ്പാഠമാക്കാൻ പ്രയാസം ബുദ്ധിമുട്ടായിരുന്നു പോലെ അത് ജീവിതത്തിൽ പകർത്താൻ എന്നുള്ള അവർക്ക് ഒരു ഈസി ആയിരുന്നു. നമുക്ക് ശേഷം വരുന്ന ഒരു കൗമുണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കൽ അനായാസവും അതനുസരിച്ച് പ്രവർത്തിക്കൽ പ്രയാസവും. ഈ അബൂ തൈമിയ ഹനീഫ് പറയുന്ന ഒരു വാക്കുകളാണ് അത്. അതായത് ഇനി വരുന്ന കൗമിനെ ശരി അപ്പൊ ഹിഫ്ള് പഠിച്ചോലെ ഒരുപാടുണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതനുസരിച്ച് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. കാരണം ഖുർആൻ അത്രക്ക് ഡീപ്പാണ്, ഒരുപാട് ഡെപ്ത് ഉണ്ട്. ഇത് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. റസൂല് പറഞ്ഞതും അള്ളാഹ് പറഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് ലൈഫിൽ പകർത്തണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അപ്പോൾ ഹൃദയത്തിന് ഈമാനിന് അതായത് തെറ്റുകൾ തുടർച്ചയായി ഒന്നിനു പുറകെ മറ്റൊന്ന് വന്നുകൊണ്ടിരുന്നാൽ ഈമാന് കുറയും. ഈമാൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുഫർ വർദ്ധിക്കും. അപ്പം നമ്മളെ ഹൃദയത്തിൽ ഖുർആൻ നിൽക്കില്ല. ഇമാം അബൂ മാലിക് ചോദിക്കപ്പെട്ടു, എന്തെങ്കിലും കാര്യം ഹിഫ്ള്
വർദ്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരുമോന്ന് അല്ലേ? എന്തെങ്കിലും കാര്യം ഹിഫ്ദിനെ വർദ്ധിപ്പിക്കുന്ന, അതായത് ഇമാം മാലിക് റഹിമഹുല്ല ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്തൊരു കാര്യത്തിനും എന്തെങ്കിലും കാര്യം ഹിഫ്ലിനെ വർദ്ധിപ്പിക്കുന്നതിനായി ഉണ്ടെങ്കിൽ അത് തിന്മ വെടിയലാണ് അല്ലേ? ജുസിൻ ഫിഹി ഹിഫ്ലുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ളതാണ്. അതായത് പിന്നെ നമ്മൾ തിന്മ വെടിയ, ഒരു തിന്മയിലും പങ്കെടുക്കാണ്ടിരുന്നാൽ നമ്മുടെ ഹിഫ്ല് നിലനിൽക്കുന്ന പറയുന്നത്. പിന്നെ ഞാൻ ബുദ്ധി കുറവുള്ള ഒരാൾ വന്നിട്ട് വഹീ ബിൻ ജറാഹ് റഹിമഹുള്ളയോട് പറഞ്ഞു, ഞാൻ ബുദ്ധി അല്പം കുറവുള്ള ആളാണ്, എനിക്ക് ഹിഫ്ല് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഹിഫ്ല് വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് പറഞ്ഞു തരിക. അല്ലയോ കുട്ടി, നീ തിന്മ ഒഴിവാക്കുക എന്ന കാര്യം വേറെ മറ്റൊന്നുമില്ല. അതായത് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത എന്താ വെച്ചാല്, നീ തിന്മ വെടിയുക, അപ്പോൾ നിനക്ക് പിന്നെ ബുദ്ധിശക്തി കൂടും. ഇമാം ഷാഫിയുടെ ബുദ്ധിശക്തിയും തീഷ്ണതയും ഗ്രഹണശക്തിയുടെ പരിപൂർണയും ഇമാം മാലിക്കിനെ അത്ഭുതപ്പെടുത്തി അല്ലെ? ഇമാം ഷാഫി ഭയങ്കര ബുദ്ധിമാനായിരുന്നു, ബ്രില്യന്റ് ആയിരുന്നു. അത് ഇമാം മാലിക്കിനെ പിന്നെ അത്ഭുതപ്പെടുത്തി. ഇമാം മാലിക് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം ചൊരിഞ്ഞിരിക്കുന്നതായി ഞാൻ കാണുന്നു, അതിനാൽ തിന്മയുടെ ഇരുൾ കൊണ്ട് നീ പ്രകാശത്തെ കെടുത്തരുത് അല്ലെ? അതുകൊണ്ട് നീ തിന്മ ചെയ്തിട്ട് ആ പ്രകാശത്തെ കെടുത്തരുത് എന്നുള്ള. സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരിലും തിന്മ വെടിയുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് അല്ലെ പ്രതിഫലങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പറ്റൂല എന്നൊന്നും പറയില്ല. 83 വയസ്സായ ഒരു സ്ത്രീ ഇത് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടികൾ, നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഹിഫ്ള് നിലനിർത്താനും അതിന് നമ്മുടെ ദുആയുടെ ഫലമായിട്ട് അവരൊക്കെ ഹിഫ്ള് നിലനിർത്താനും അതിന്റെ പ്രതിഫലം നമ്മളിലേക്ക് എത്തപ്പെടുവാനും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പിന്നെ അപ്പൊ ഈ ഒരു സംരംഭത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് അനുഗ്രഹിച്ച ഈ